പെരുമഴ പെരുമഴ. എന്തെന്നെ നോക്കിയേക്കണം. രസാ എന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കാറന്നെ നല്ല രസാ. ഇന്ന് ആദ്യം തന്നെ നമ്മളുടെ ഗാർഡനിലത്തെ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഈ പൂക്കളുടെ പേര് എന്താണെന്നുള്ളത് ശരിക്കും അറിയോ? ഇതിനെ നമ്മൾ 10 മണിപ്പൂവ് എന്നും പറയും തോന്നുന്നുണ്ട് അല്ലേ? 10 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ഏകദേശം ഇതെല്ലാം അങ്ങനെ വിരിഞ്ഞ് വരിക രാവിലെ. പിന്നെ അതുപോലെ തന്നെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞിരുന്നു പണ്ട് ഇതിന് ചൈന റോസ് എന്ന് പേരുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ അത് ഒരൊറ്റ കളറാണ് അന്നുണ്ടായിരുന്നത്. ഒറ്റ കളറല്ല, റോസും വെള്ളയും മാത്രമാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കളറുകൾ പല 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 കളറുകളായിട്ട് അമ്മയുടെ അടുത്ത് ഇപ്പോൾ അതിൻ്റെ 14 കളേഴ്സ് ഉണ്ട് കേട്ടോ. അമ്മ അങ്ങനെ അവിടെ നിന്ന് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അങ്ങനെ കൊണ്ടുവന്നിട്ടും അങ്ങനെ വാങ്ങിച്ചിട്ടും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി 14 കളേഴ്സ് ഉണ്ട്. അത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ എന്തോരു ഭംഗിയാ അറിയോ? നല്ല രസമാണ്. ചെറിയ പൂക്കളാണ്, പക്ഷേ പച്ച ഇലയുടെ ഉള്ളിൽ നിന്ന് അതങ്ങനെ കാണുമ്പോഴേ നല്ലൊരു ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഞാനതിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ എന്തായാലും എല്ലാവരെയും അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പൂക്കളൊക്കെ ഇഷ്ടമുള്ളവരല്ലേ ഒരുപാട് പേര്. അപ്പോൾ അത് നല്ല രസമല്ലേ കാണാൻ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും അല്ലേ, കഴിഞ്ഞ വീഡിയോ ശരിക്കും ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്. പക്ഷെ അത് എന്നോ എടുത്തു വെച്ച വീഡിയോ ആണ്. കുറെ മുമ്പ് എടുത്തു വെച്ചത്. അത് എങ്ങനെ മിസ്സായിപ്പോയി എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചായിരുന്നു, പക്ഷെ പിന്നെ ഇടാൻ എങ്ങനെയോ അത് വിട്ടുപോയി. ഇപ്പൊ നോക്കുമ്പോഴാണ് പിന്നെ അതിങ്ങനെ ശംഖുപുഷ്പത്തിലൊക്കെ പറ്റിയ നല്ലൊരു വീഡിയോ അല്ലേ എന്ന് കരുതി ഞാനങ്ങടെ അപ്ലോഡ് ചെയ്തു. അതുണ്ടായേ അമ്മമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം കാണാണ്ടോ? അതാണ്. അതിനുശേഷം നമ്മള് വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ. കണ്ടോ? പറഞ്ഞപ്പോ നാളായി പോയി. അമ്മ ഇപ്പൊ കഴിഞ്ഞ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ആ വീഡിയോയിൽ നിന്ന് മാറ്റമുണ്ട്. കാരണം പല്ല് വെച്ചു. അതിനുശേഷം നമ്മള് ചെറിയ ഇങ്ങനെ വീഡിയോസ് പല്ല് വെച്ചിട്ട് അങ്ങനെ. പക്ഷെ അതിനുശേഷം പല വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വീട്ടിലിരുന്നിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോ കുറവായിരുന്നു. സൈത്തേട്ടൻ വന്നു, പാറുവിന്റെ ഇത് അങ്ങനെ കുറെ ആയിട്ടേ ഇങ്ങനെ വീട്ടിലത്തെ വ്ളോഗ്സ് കുറവായിരുന്നു. അപ്പൊ ചെറിയ ഭാഗങ്ങളിൽ ഇങ്ങനെ കാണുന്നല്ലാണ്ട് അമ്മമ്മ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയണത് കുറെ ദിവസമായി. അപ്പൊ അതുകൊണ്ട് കണ്ടോ മാറ്റം. ഇപ്പൊ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല മാറ്റമായിരിക്കും കേട്ടോ. ഇപ്പൊ ഞങ്ങൾക്കും അതെ, കുറെ കാലമായിട്ട് അങ്ങനെ പല്ലില്ലാണ്ട് കണ്ട് ഇങ്ങനെ പെട്ടെന്ന് വന്നപ്പോ പാറും വ്രതമൊക്കെ അയ്യോ വേണ്ട മുത്തശ്ശി വേണ്ട, പല്ലില്ലാണ്ടായിരുന്നു രസം എന്ന് പറയും. പക്ഷെ ഞങ്ങൾക്ക് നോക്കുമ്പോ ഇല്ലേ, പഴയ അമ്മമ്മേനെ നോക്കണ സമയത്ത് പണ്ട് ഇങ്ങനെയായിരുന്നു. ആദ്യത്തെ അന്നൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ളത് അറിയും. പക്ഷെ നിങ്ങൾ ആരും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. പല്ലില്ലാത്ത മുത്തശ്ശീനല്ലേ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ കണ്ട പല്ലൊക്കെ വെച്ച് അടിപൊളിയായി. ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞാ അത് ഒറിജിനലിന്റെ പവർ ഒരിക്കലും കിട്ടില്ല, അത് ഉറപ്പാണ്. പക്ഷെ നമുക്കൊരു കാഴ്ചക്കും ചെറുതായിട്ടൊക്കെ ഭക്ഷണം കഴിക്കാനും ഓക്കെ അല്ലേ? ബലമുള്ളത് പറ്റില്ലാന്നുള്ളൂ. അങ്ങനെ അതെ. അപ്പൊ അതിങ്ങനെ ഒരു ഭംഗിയിലും വൃത്തിയിലൊക്കെ ഇങ്ങനെ പോകുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് മാത്രം. പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ വന്നത് ഇപ്രാവശ്യം ഈ 2024 തുടങ്ങിയതിനു ശേഷം അമ്മമ്മ കേരളത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം വരെ എത്തി.
അത് ആരോ കമന്റിൽ പറഞ്ഞപ്പോഴാണ് ശരിക്കും ഞാനും ആലോചിച്ചത്. തിരുവനന്തപുരത്ത് പോയി. അതിപ്പോ ഈ വർഷം തുടങ്ങിയിട്ടല്ലേ, 2024 തുടങ്ങിയിട്ട് ഫെബ്രുവരിയിലെങ്ങാണ്ടല്ലേ? അതെ അതെ, പാറുവിന്റെ എക്സാം നടക്കണ സമയത്താണല്ലോ. അപ്പം പൊങ്കാലയിടാൻ തിരുവനന്തപുരം പോയി. ഇപ്പൊ കൊട്ടിയൂർക്ക് ഇങ്ങ് കണ്ണൂര് എത്തി. അമ്മമ്മ ആദ്യമായിട്ടാ പോകണ്ടായിരുന്നല്ലേ കൊട്ടിയൂർക്ക്? പക്ഷെ അമ്മമ്മ എപ്പോഴും യാത്ര ഇല്ലാണ്ട്. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അമ്മമ്മക്ക് സുഖമായിട്ട് പോയി വരാനൊക്കെ പറ്റും. അപ്പൊ അമ്മമ്മ പണ്ട് തൊട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ വീട് മഴക്കാലാവുന്ന സമയത്ത് മഴക്കാലാവുമ്പോ നമ്മളുടെ വീടിന്റെ മുറ്റത്ത് നിറച്ച് വെള്ളമാവും. ഇത് ഞാൻ പലപ്പോഴും മഴക്കാലത്ത് കാണിക്കണല്ലേ. അപ്പൊ അമ്മമ്മ പറയാം, അമ്മമ്മയുടെ ആരോ പറയണ കേൾക്കും. ആര് വീട്ടിൽ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളെ വീട് കൊട്ടിയൂർ അമ്പലം പോലെ. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിക്കും ഇതെന്താന്ന് ആലോചിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അത് നേരിട്ട് കണ്ട് മനസ്സിലായത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. ചുറ്റും ഇങ്ങനെ വെള്ളം അത് വളപ്പ് ഉയർന്നിട്ടും വീട് താന്നിട്ടാണ്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മളെ വെള്ളം അവിടെ താഴ്ന്ന വെള്ളം ഇവിടെ അങ്ങനെ പൊന്തിട്ട് നല്ല മഴ ചെയ്താ ഇവിടെ വെള്ളം ഇവിടെ മുറ്റത്തൊക്കെ ഇപ്പൊ വെള്ളാട്ടോ. പുറത്തിങ്ങനെ മഴ പെയ്യണു. അങ്ങനെ ആകെ കൂടെ മഴ തന്നെയാണ് മഴ ദിവസം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഏറ്റവും ആദ്യം പറയേണ്ടിരുന്നത് അതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ വിട്ടുപോയതാ. ഇന്നത്തെ ദിവസത്തിന് കൊറേ സന്തോഷം ഉണ്ട് കേട്ടോ. ഒന്നാമത് എന്താ വെച്ചാൽ അതന്നെ, ഇന്ന് സരിത്തേട്ടന്റെ പിറന്നാളാണ്. അപ്പൊ സരിത്തേട്ടൻ ഇവിടെ ഇല്ല. പക്ഷെ എന്നാലും ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇതിപ്പോ എന്താ ചെയ്യാ അല്ലേ? അങ്ങനെയല്ല, ഞാൻ ചെയ്യും, ഇതും ഞാൻ ചെയ്യും. കുവൈറ്റിലാണ് എന്ന് കരുതിയിട്ട് ഞാൻ വിട്ടുകൊടുക്കില്ല. അത് കാണാട്ടോ, അത് ഞാൻ സർപ്രൈസ്, അത് വരും. അത് പിന്നെ നമുക്ക് കാണാം എന്താ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. അപ്പൊ ഷാർക്കും അറിയില്ല. ഇതിപ്പോ ഞാൻ ധൈര്യമായിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്നല്ലേ. അപ്പൊ ഇന്ന് വൈകുന്നേരം അപ്പൊ എന്തായാലും സൈത്തേട്ടിന്റെ വീഡിയോ കാണാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ഓഫീസിലല്ലേ ഉണ്ടാവുക. അപ്പൊ ഇത് വൈകുന്നേരത്ത് ഇത് അപ്ലോഡ് ആകുമ്പോഴേക്കും അവിടെ സംഭവങ്ങളൊക്കെ റെഡി ആയി കാണും. അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ എനിക്ക് ധൈര്യത്തോടെ പറയാം. അയ്യോ, വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനല് 30,000 30 അല്ല 31 കഴിഞ്ഞ് 32 ആവാൻ പോകുന്നു. ഇപ്പോൾ 32,000 ആൾക്കാർ നമ്മളുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് വലിയ സന്തോഷമാണ്, വലിയ സന്തോഷമാണ്. പിന്നെന്താ പറയാ, നമ്മളുടെ ഒരു വീഡിയോ 1 മില്യൺ അല്ല 1.7 1.8 മില്യൺ ഒക്കെ ആയി ഒരു വീഡിയോ. അതായത് 18 ലക്ഷം ആൾക്കാർ ആ വീഡിയോ കണ്ടു. അത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കുറേ സന്തോഷങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അതെ, ആ സന്തോഷമൊക്കെ കൂടെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു വന്നിരുന്നു. അതെ, ഇത് കണ്ട ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ട് തോന്നുന്നുണ്ട്. പവിഴമല്ലി മഴക്കാലാവുമ്പോ അവിടെ നിറയെ വീണ് കിടക്കുക. മുറ്റത്ത് നിറച്ച് പവിഴമല്ലി ഇങ്ങനെ വീണ് കിടക്കുന്നതോ ഇങ്ങനെ കാണാറിയോ? പെറുക്കി കൊണ്ട് വെച്ചതാണ്. നല്ല ഭംഗിയുള്ള പൂവ്. പാരിജാതം കുറച്ച് ദിവസം മുന്നേ പാരിജാതായിരുന്നു. നിലം കാണില്ല, നിലത്തിങ്ങനെ എന്തോ നമ്മള്, അത് പക്ഷെ കുഞ്ഞു പൂവല്ലേ, നമ്മളിങ്ങനെ എന്തോ പൊടി വെതറിയ മാതിരി ഉള്ളു, വെള്ള കളറില്. ഞാൻ വീഡിയോ എടുത്തിരുന്നത്. അതെ, ഇതിനൊരു മണമൊക്കെ ഉണ്ട്, ചെറിയൊരു മണം. അങ്ങനെ ഒരു മണമൊക്കെ ഉണ്ട്. അതെ, പറയുന്നുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറേ ദിവസത്തിന് ശേഷം. അപ്പോൾ ആ സന്തോഷങ്ങളൊക്കെ കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഇന്ന് കേട്ടോ. കണ്ടോ, മണ്ണിൽ വീണിട്ട് ഇങ്ങനെ മണ്ണായിരുന്നു. പക്ഷെ നല്ല ഭംഗി, മുറ്റത്ത് പെറുക്കി കൊണ്ടുവന്നത്. അതിൻ്റെ കളർ കണ്ടോ, ശരിക്കും ഒരു ഓറഞ്ച് കളറും വെള്ളയും കൂടെ, എന്ത് രസമാണ്. ഇതുണ്ടോ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കണ്ടോ, ആകെ വെള്ളമാണ് ഇവിടെ. നമ്മളുടെ വീടിൻ്റെ മുറ്റത്തറിയേ വെള്ളമാണ്. ഇങ്ങനെ ഉണ്ടാവുക മഴക്കാലം മൊത്തം. കണ്ടോ, ഇതാണ് കേട്ടോ. ഇത് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മുകളിൽ പൂ നിൽക്കണേ. അതിൻ്റെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഇവിടുന്ന് അമ്മമ്മ പെറുക്കി കൊണ്ടായത്. അപ്പം അത് നിൽക്കണോ, ഇതിൻ്റെ മുകളിൽ നിറയെ നിൽക്കുന്നുണ്ട്. മഴക്കാലത്ത് ദേ ഇങ്ങോട്ടൊക്കെ കയറി വരാമെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണേ. പ്രത്യേകിച്ച് നമ്മളെ
എന്താ പറയുക, പച്ചപ്പും ഹരിതാപയും ഒക്കെ കൂടെ മൊത്തത്തിൽ നല്ല രസമല്ലേ. അയ്യോ, പ്രവാസികൾക്കൊക്കെയാണത് കാണുമ്പോൾ ശരിക്കും മിസ്സാവുമല്ലേ. ഭയങ്കര രസമാട്ടോ. മഴക്കാലത്തെ പ്രകൃതി എന്ന് പറഞ്ഞാൽ അതൊരു വേറെ, ആകെ കൂടെ എല്ലായിടത്തും ഉള്ളത്. മഴ എപ്പോഴും ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് നേരം നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ കടിച്ച് കശാപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അയക്കുകയും ചെയ്യും. ഞാനൊരു സാധനം അന്വേഷിച്ച് വന്നതാണ് കേട്ടോ, അതിവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഈ മതിലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കാണുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതുണ്ടോയെന്ന് അന്വേഷിച്ച് വന്നാൽ, പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അത് ഒരു കണ്ണുനീർ തുള്ളി പോലെ കാണില്ലേ, ഒരു ഡ്രോപ്പ്. പക്ഷെ അത് എവിടെയും കാണാനില്ല. ഈ ചെടിയിൽ ഇതിനെ കാണാണ്ട്, ഇതല്ല. പക്ഷേ ഇതിനെല്ലാം ഞാൻ അന്വേഷിച്ച് വന്ന സാധനം. അത് പറഞ്ഞപ്പോൾ എൻ്റെ മൈലാഞ്ചി ഉണ്ട്. വെറുതെ ഒരു ദിവസം മൈലാഞ്ചി ഇട്ടായിരുന്നു. ആ സാധനം മാത്രം കാണാനില്ല കേട്ടോ. ഞാൻ അത് തിരഞ്ഞു വന്നായിരുന്നു. അതൊക്കെ പോയോ ഇപ്പോൾ? കാണുന്നില്ല. അത് കണ്ടിട്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് വന്നതാ, പക്ഷെ അതിനെ കാണാനില്ല. ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞിങ്ങനെ നിൽക്കണ വീട്, ഫുള്ള് മഴ 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 മഴ, ആകെ മൊത്തം മഴ. ഇവിടെ നിറയെ ഇലകളുണ്ട്, അപ്പോൾ ഇവിടെ ഒന്നും കൂടി പിടിക്കാം. ഇപ്പം നമ്മൾ കണ്ടത് പവിഴമല്ലിയാണ് കേട്ടോ. ഇനിയിപ്പോഴത്തെ ഈ കാണുന്നത് എന്താ പറയുക, ഇത് പാരിജാതമാണ്. സൂക്ഷിച്ച് നോക്കിയാലാണ് അത് കാണുള്ളൂ. ഞാനത് ഏറ്റവും മാക്സിമം സൂം ചെയ്തിട്ട് കാണിച്ചിരിക്കുകയാണ്, പക്ഷെ അത് മരത്തിൻ്റെ മുകളിലല്ലേ. കണ്ടോ, താഴേക്ക് നോക്കുമ്പോൾ അറിയാം. അവിടെ പോയി നോക്കുമ്പോൾ ഞാൻ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. വളരെ ചെറിയൊരു കതിരിൻ്റെ മുകളിൽ ഇങ്ങനെ നിറച്ച് പൂക്കളുണ്ടാവുക. നിറയെ പൂമ്പാറ്റകളായിരുന്നു ഈ ഒരു സമയത്ത്. ഈ പൂക്കളിൽ നിറയെ എപ്പോഴും ഒരുപാട് പൂമ്പാറ്റകൾ ഒന്നിച്ച് വന്ന് ഇങ്ങനെ ഇരിക്കും അതിൻ്റെ മുകളിൽ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ ഒരുപാട് നിറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടോ, വീടിൻ്റെ അവിടെ താഴെ പോയി നോക്കുന്ന സമയത്ത് അവിടെ നിലത്ത് മുഴുവൻ നമ്മളിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും വെതറിട്ട പോലെ തോന്നാം. അത് അടുത്ത് പോയി നോക്കുമ്പോഴാണ് അത് പൂവാട് എന്നുള്ളത് മനസ്സിലാവും. നിൽക്കണം, വെള്ളക്കതി. ഇത് കണ്ടോ, അങ്ങനെ തൊട്ടടുത്ത് പോയിട്ട് നമ്മളതിങ്ങനെ കയ്യിൽ എടുത്ത് നോക്കുമ്പോഴാണ് നമ്മൾക്ക് എന്താ പറയുക, ഒരു കുഞ്ഞു സ്റ്റഡിൻ്റെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു മൂക്കുത്തിയുടെ അത്രയൊക്കെ പോകുന്ന ഇതൊക്കെ തന്നെ ഡിസൈനുകളായിട്ട് നമ്മൾ കാണണം. അത്രയും ചെറുത്, അത്ര ഭംഗിയുള്ള ചെറിയ പൂക്കളാണ് കേട്ടോ നിറയെ. ഇനിയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട്, എൻ്റെ അമ്പോ, മുല്ലപ്പൂവ്. മുല്ലപ്പൂവിൻ്റെ ആ ഒരു കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ, അതൊരു ഭയങ്കര രസമാണല്ലേ. പക്ഷേ സാധാരണ മുല്ലപ്പൂക്കാലം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളുടെ വെക്കേഷൻ ടൈമിലായിരിക്കും അല്ലേ. വേനലവധിക്കാലത്ത് ആ സമ്മർ വെക്കേഷൻ്റെ ടൈമിലാണ് മുല്ലപ്പൂവൊക്കെ വിരിഞ്ഞ് നമ്മളെല്ലാവരും മുല്ലപ്പൂവൊക്കെ പുറത്ത് വെച്ച് അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ ഒരു വേനൽ മഴയെങ്കിലും പെയ്യുമല്ലോ, ആ ഒരു സമയത്താണല്ലോ അത് മുല്ലപ്പൂ വിരിയുക. പക്ഷേ ഇപ്രാവശ്യം വേനൽക്കാലത്ത് മഴയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ മുല്ലപ്പൂ ഒന്നും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് മുല്ലപ്പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്കൂളൊക്കെ തുറന്നതിന് ശേഷം. അപ്പോൾ എപ്പോഴാണെങ്കിലും മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രാന്താണ് ശരിക്കും. അയ്യോ, അത് എത്ര കിട്ടിയാലും അതെ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മളുടെ വീട്ടിൽ മുല്ലപ്പൂ കുറവായിരുന്നു. ഇപ്പോൾ ഇത് അടുത്ത വീട്ടിലത്തെ ചേച്ചി കൊണ്ടുവന്ന് എന്താണ് കേട്ടോ, ഒരുപാട് മുല്ലപ്പൂ ഉണ്ടായിരുന്നു. ഈ മുല്ലപ്പൂക്കാലം മിസ്സായി പോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത് തന്നെ. കാരണം ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമല്ലേ. എനിക്ക് എന്തായാലും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഭ്രാന്തുള്ള ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണിത്. ആർക്കെങ്കിലും അറിയോ, കാണുന്നുണ്ടോയെന്നറിയില്ല. ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നതിന് ഓടി കളിക്കുന്നത് എഴുത്തച്ഛെന്ന് പറയും. ആ സാധനമാണ് തോന്നുന്നത് കേട്ടോ. നമ്മളുടെ നാട്ടിൽ അങ്ങനെ പറയണേക്കാം, എന്താണോ എന്തോ. കാരണം ആളിങ്ങനെ എഴുതുന്ന പോലെ തോന്നുന്നില്ലേ, ഓടി ഓടി നടന്ന് എഴുതുകയാണ്. മഴ 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 മഴ, നല്ല മഴയാണ് എല്ലായിടത്തും. മഴ മഴക്കാലം. മഴ ഒന്നും
മാറിയ സമയം നോക്കിയിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ ഒന്നിങ്ങനെ കാണിക്കാൻ. ആകെ മൊത്തം മഴ നനഞ്ഞ് നിൽക്കുന്ന, എപ്പോഴും മഴ, അതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ തന്നെ വയ്യ. പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ വെള്ളം കൂടെ അങ്ങനെ ഇതായി നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോനെ 17 ലക്ഷം ആൾക്കാരിലേക്ക് എത്തിച്ച ഓരോരുത്തരോടും ഞാൻ വീണ്ടും എൻ്റെ സ്നേഹം പറയാണ് കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. എപ്പോഴും കൂടെ ഉണ്ടാവും തന്നെ വിചാരിക്കുന്നു സപ്പോർട്ടായിട്ട്. അപ്പം നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ സർപ്രൈസ് എന്ന് പറഞ്ഞത് അതെന്തായാലും നമ്മളുടെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.